ഹരി ചായ്. ഓക്കെ. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ നമ്മളെ ലെമൺ ഗ്രാസ്, അതായത് പുൽത്തൈലില്ലേ, പുൽത്തൈലത്തിൻ്റെ ഇലയാണിത്. അത് ഇതിലിട്ട് നല്ലോണം അടിക്കും. അതിലിട്ട് നല്ലോണം കുത്തി ചതച്ച് ചായ ഉണ്ടാക്കുന്നതാണ്. ഇത് മുംബൈയിൽ ദാദർ ഏരിയയിൽ ഞാൻ 2-3 വർഷം മുന്നേ വന്നപ്പോൾ നമ്മൾ ഇത് കുടിച്ചിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. कितना रुपये के जी? 50 रुपये के जी. 50 रुपये 80 रुपये के जी, आधा किलो 80 रुपये. 80 रुपയാണ് ഇതിൻ്റെ വില കേട്ടോ. അതായത് 1 കിലോ പുൽത്തൈലത്തിൻ്റെ വില 80 രൂപയാണ്. ഇതാണ് സംഭവം. പുല്ല്, തൈലപ്പുല്ല് എന്നൊക്കെ പറയും. പിന്നെ അതായത് ലെമൺ ഗ്രാസ്. നമ്മളെ ഈ വയനാട്ടിൽ കുന്നിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പുല്ലാണ്. ഇവിടെ റീറ്റെയിൽ ഇവർ വാങ്ങുന്നത്, ചായക്കടക്കാർ വാങ്ങുന്ന കിലോന് 80 രൂപയായിരിക്കും. നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ചായക്ക് എന്തെങ്കിലും ഒരു ഫ്ലേവർ വേണം, എന്തെങ്കിലും ഒരു വായിക്കൊരു രുചി ഉണ്ടാവുക. അതായത് ഇങ്ങനെ കുത്തി ചതച്ച് അതിലേക്കിടും. അതുപോലെ ഇട്ട് നല്ലോണം തിളച്ചാൽ അതിൻ്റെ ടേസ്റ്റ് നല്ലോണം ഇറങ്ങും. അതുപോലെ ഈ കുത്തി ചതച്ചാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് പെട്ടെന്ന് ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ ടേസ്റ്റ് ഇറങ്ങണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അത് നമ്മൾ സ്പൈസസിൻ്റെ എന്ത് ഐറ്റംസ് ആണെങ്കിലും പിന്നെ നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ നല്ല പെട്ടെന്ന് ചായക്ക് ആണെങ്കിലും എന്തിനാണെങ്കിലും ടേസ്റ്റ് ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് നേരം ബോയിൽ ചെയ്യണം. कितना टाइम बॉईल करना पड़ेगा? ये जब फेस खत्म हो जाएगा दूध का सब फेस जब तब पक जाएगा तो फेस खत्म हो जाएगा. जब ये फेस आता रहता है जब कच्चा है समझ लो. जब ये दूध का जब फेस आता ही रहेगा, फेस ही आएगा तो ये फिर अभी पक जाएगा तो ये ऑटोमेटिक नीचे चला जाएगा. तो फिर मालूम ही नहीं पड़ेगा अंदर डाला है कि नहीं डाला है. जैसे जैसे पकतेगा ना तो उसका जूस निकलता जाएगा, वो वजन हो जाएगा तो नीचे जाएगा. നല്ല അതിൻ്റെ സ്മെല്ലിങ് വരുന്നുണ്ട് കേട്ടോ. ലെമൺ ഗ്രാസിൻ്റെ സ്മെല്ലിങ് വരുന്നുണ്ട്. അത് അവർ എത്ര ടൈമാണ് അത് തിളപ്പിക്കേണ്ടതെന്ന് പറയുന്നത്, അതൊന്ന് നല്ലോണം കുത്തി ചതച്ചത് ഇട്ട് കഴിഞ്ഞാൽ അത് ഇല മൊത്തം കംപ്ലീറ്റ്ലി അടിയിൽ സെറ്റിലാവും. അത്രയും സമയം നമ്മളത് തിളപ്പിക്കണം.